നാലാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത് ദുറൂസിലെ മനോഹരമായ ഒരു പാഠം നൽകുമ്പോൾ ഫില്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ തീം തന്നെ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പാഠം നോക്കാം. അത്തഹാബു ഫില്ല വൽ ഹുവത്തു ഫി ദീനിഹി മിൻ അഫ്ളൽ ഇബാദത്ത്. ഒരു പോയിന്റാണ്, ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുകയും സഹോദര്യം വെക്കുകയും എന്നുള്ളതാണ് അഫ്ളൽ ഇബാദത്ത്, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. പിന്നെയോ ഒമിൻ തമറാത്തി ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവത്തിൽ പെട്ടതുമാണത്. പിന്നെയോ അപ്പോൾ പരസ്പരം സ്നേഹിക്കുക, സഹോദര്യം വെക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായ അമലാണ്. അതേപോലെ ഹുസ്നുൽ ഖുൽഖുമാണത്. അത്തബാദു തഖാലുഫു മിൻ തമറാത്തി ഹുസ്നുൽ ഖുൽഖ്. സോ പരസ്പരം ദേഷ്യം വെക്കലും പരസ്പരം ഭിന്നിപ്പും എന്താണ് ചീത്ത സ്വഭാവത്തിൻ്റെ സൂഉൽ ഖുൽഖാട്ടോ. ഹുസ്ൻ എന്ന് പറഞ്ഞാണ് സൂഉൽ ഖുൽഖാണ് അത്. ഓക്കെ, പരസ്പരം ചീത്ത വെക്കുക എന്നുള്ളത് എന്താണ് സൂഉൽ ഖുൽഖ്, മോശം സ്വഭാവത്തിൽ പെട്ടതാണ്. ഓക്കെ, റെഡി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അക്സറു മാ യുദ്ഖിലുൻ നാസുൽ ജന്നതി തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്. സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കിടക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് തഖ്വല്ലാഹി, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു, അല്ലാഹുവിനോട് പിന്നെ അല്ലാഹുവിനുള്ള തഖ്വയും, വ ഹുസ്നുൽ ഖുൽഖി, അവർ എന്താണ് നല്ല സ്വഭാവത്തിൻ്റെ ആളുകളാണ്. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ പരസ്പരം ഇഷ്ടപ്പെടുകയും പരസ്പരം സഹോദര്യം ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, പിന്നെ അവിടെ പറഞ്ഞത് പിന്നെ കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാളോട് നമ്മൾ ഇഷ്ടം വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ ഇഷ്ടം വെക്കുക. ഇപ്പം ഇതുപോലെ നമ്മൾ പിന്നെ കമൻ യുഹിബ് ഉസ്താദ്, ഒരാൾ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും കൗനിയ മോശിലെ അവൻ്റെ മാർഗ്ഗദർശിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് ഇതിലുള്ളത്. അത് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വൽ മാസിയത്തു ലി ഹല്ലിൻ ആജിലിൻ ഫി ദുനിയ ലൈസ മുഹബ്ബത്തൻ ഫില്ല. ദുനിയാവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹം അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള സ്നേഹമല്ല. ദുനിയാവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ അതൊരിക്കലും എന്തല്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള സ്നേഹമല്ല. വൽ മുഹിബു ഫില്ലാഹി ലബുദൻ യകൂന മുബിലൻ ഫില്ല. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദേഷ്യം വെക്കാനും കഴിയണം. ഓക്കെ, പിന്നെയോ ഇതാ അഹബ്ബന ഇൻസാനിൽ കൗനിഹി മുതഅയ്യനില്ല ഫലാ ബുദ്ദ അൻ തുബഇദഹു ഇദാ അസല്ല. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ വഴിപ്പെടുന്ന കാരണത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ അവൻ തെറ്റ് ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ തന്നെ അവനോട് പിന്നെ ഇഖ്ബാറിൽ മഹബൂബി മഹബത്തി നമ്മൾ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് പറയണം ഇഷ്ടമാണെന്ന് പറയണം. ഇഷ്ടമാണെന്നല്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുന്നതെന്ന് പറയണം. ഹദീസിൽ ഇദാ അഹബ്ബ റജുലു അഖാഹു ഫലിയുഖ്ബിറൻഹു യുഹിബ്ബുഹു. ഒരാൾ തൻ്റെ സഹോദരനെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്നേഹിച്ചാൽ അവനോട് തുറന്ന് പറയണം. ഓക്കെ, അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ എന്ത് ചെയ്തു ഈമാൻ്റെ മാധുര്യം അറിയുമെന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന്, അവൻ അള്ളാഹുവിനും റസൂലിനും മറ്റെല്ലാതിനേക്കാളും ഇഷ്ടപ്പെടുക. രണ്ടാമത്തേത്, അവൻ ഒരാളെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇഷ്ടപ്പെടുക. മൂന്നാമത്തേത്, അള്ളാഹു അവനെ കുഫറിൽ നിന്ന് മടക്കിയതിന് ശേഷം കുഫറിലേക്ക് പോകുന്നതിനെ വെറുക്കുക. ഓക്കെ, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തു ഈമാൻ്റെ മാധുര്യം തിരിച്ചറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് പാഠം. ഇതിൽ ചോദ്യങ്ങളുണ്ട്, ജസ്റ്റ് നോക്കാം. ഇതിൽ ഈ ഭാഗത്തു നിന്നാണ് തെറ്റ് ശരിയാക്കാനൊക്കെ ചോദിക്കാറുള്ളത്. അത്തഹാബു ഫി സമറത്തി സൂഉൽ ഖുൽഖ്, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് സൂഉൽ ഖുൽഖാണ് അല്ല, അതെന്താണ് ഹുസ്നുൽ ഖുൽഖാണ്, നല്ല സ്വഭാവമാണ്. പരസ്പരം ദേഷ്യം വെക്കുക എന്നുള്ളത് മോശം സ്വഭാവത്തിൻ്റെ അടയാളമാണ്. അക്സറുമായി യുദ്ഖിലുൻ നാസുൽ ജന്ന, കൂടുതൽ ആളുകൾ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെന്താണ് തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിനുള്ള തഖ്വയും സൽ സ്വഭാവം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ യുഹിബ്ബ ശഖ്സൻ ലി അംരിൻ റാജിൻ ഇലാ ഹല്ലിൻ മിൻ ഹുലൂലിൽ ആഖിറ. ഓക്കെ, നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുക